സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെ, ഈ ധാവണി കൊടുത്ത ഏ പാട്ടാ? കളിത്തോഴിമാരനെ കളിയാക്കി. എന്തിനാ കളിയാക്കിയ? ആഹാ, ധനുകുട്ടി ആരും കളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ലോ. പാട്ടിലുള്ളതാണോ? എഴുതിയാരാണ് പാട്ട്? പാട്ട് എഴുതിയാരാ? പി ഭാസ്കരൻ മാസ്റ്റർ. മ്യൂസിക് BA ചിദംബരം നാഥ് സാർ. ഏത് സിനിമ? സിനിമയുടെ പേര് മുറപ്പെണ്ണ്. അത് ഏത് വർഷമായിരുന്നു? വർഷം 1965. അത് പാടിയതാരാ? ജാനകി അമ്മ. ദാസങ്ങളില്ലേ, ആ ഡയലോഗ് ദാസങ്ങളാ പറഞ്ഞത്, അതിലുള്ള ഡയലോഗ്. ഇത് കഴിഞ്ഞിട്ട് ഡാൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടോ? അപ്പൊ പാട്ടിനും ഡാൻസിനും വേണ്ടി കാത്തിരിക്കണേ. വെയിറ്റിംഗ്. അപ്പൊ സൂപ്പർ ആണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. മലർവള്ളിക്കാട്ടിലെ മാൻകിടാവേ, നിനക്ക് മണവാളനെത്താൻ തിടുക്കമായോ? പനിനീര് പെയ്യുന്ന പന്തലൊന്നിൽ നിനക്ക് വലതുകാൽ കുത്താൻ തിടുക്കമായോ? കളിത്തോഴിമാരെന്നെ കളിയാക്കി, എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ കളിയാക്കി, എന്നെ കളിയാക്കി. എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. കളിയാക്കി, എന്നെ കളിയാക്കി. എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ കളിയാക്കി, എന്നെ കളിയാക്കി. എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. സൂപ്പർ സൂപ്പർ. നാണോ ആണോ? അതെ, നാണോ ആണോ? എന്തിനായിരിക്കും അവർ ഇത്രയും കളിയാക്കിയത് കുഞ്ഞിനെ?
കളഹംസ്. ആ പാട്ടിലുള്ളതാ എം ജെ അങ്കിള്. അതിന് ഭയങ്കര ചിരിയാണ് കേട്ടോ. അതെ. പ്രത്യേകിച്ചും ചമ്മൽ വരുമ്പോഴില്ലേ ഇങ്ങനെയാണ്. അത് നാണോ നാണോ നോക്ക്. പെട്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് അതങ്ങ് കാറും കോളും മാറിയിട്ട് ഇങ്ങനെ പെട്ടെന്ന്. അതെ. അതെന്താ അത്? പിന്നെ ഞാൻ ഡയലോഗ് പറഞ്ഞ സമയത്തും കുറച്ച് നാണോ. ആ നാണോ വരുന്നു. നാണം അതായിരുന്നു അത്. മണിക്കൂർ ഇങ്ങനെ നിന്ന് അതെങ്ങനെയാ നാണിച്ചെങ്ങനെയാ? അത് നാണിച്ചെങ്ങനെയാ? അങ്ങനെ എന്റെ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ നോക്കും മതിയോന്ന് അറിയാൻ. അത് നമ്മുടെ മധുവാണെങ്കിൽ പ്രണയാർദ്ര ഭൂഷണ കുശലനായിട്ട് പാടി. അതെ അതെ അവസാനം പറഞ്ഞ കറക്റ്റാ. കുചേലൻ പ്രേമത്തൻ. കുശലൻ. ഏയ് സൂപ്പറായിരുന്നു. തരൂ 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 തരൂ. ഇതെങ്ങനെ ഇത് ഈ കോസ്റ്റ്യൂം? ഹാഫ് സാരി. ആണോ? ഇത് ആരുടെ? അമ്മയുടെ ആണോ? അല്ല, അമ്മയുടെ സാരി എടുത്ത് കൊടുത്തിരിക്കുകയാണല്ലേ? പിന്നെ പിന്നെ അവസാനം അമ്മയുടെ ഒരു ചുരിദാറിന്റെ കഷ്ണം. ചുരിദാറിന്റെ അടിയിലത്തെ ഒരു ഇത്തിരി കഷ്ണമാണ് അമ്മ. പിന്നെ നമ്മള് കടയിൽ പോയി വാങ്ങിച്ചതായി. മേടിച്ചു. അത് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സുന്ദരിയായിട്ടുണ്ട് കാണാൻ. എന്തായാലും. ഇനിയിപ്പോ സ്ഥിരാക്കിക്കോ അത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കഷ്ണം മുറിച്ചെടുത്താലോ ചുരിദാറിന്റെ. അപ്പൊ അമ്മക്ക് ഏതാ ഇടാൻ പറ്റുക? അമ്മ സാരി എടുക്കില്ലേ? അമ്മ വീട്ടില് സാരി ഇട്ടാല് പുറത്തൊക്കെ പോകുമ്പോ ചീത്തായ സാരിയല്ലേ ഇട്ടോണ്ട് പോകുള്ളൂ. അയ്യോ ശരിയാ ശരിയാണല്ലോ. അത് ശരിയാട്ടോ. മൊത്തം ആക്ഷൻ സോങ് ആയിരുന്നു കേട്ടോ. അതെ. എന്തൊക്കെ അയലത്തെ കല്യാണത്തിന് അതെങ്ങനെ പാടിയേ? അയലത്തിടുന്നു മുമ്പിൽ നിൽക്കെ മുമ്പിൽ അവരെന്നെ അവരെന്നെ. ചൂണ്ടിക്കാട്ടി കളിയാക്കി. അവരെന്നെ ചൂണ്ടിക്കാട്ടി കളിയാക്കി. പിന്നെ കളഭത്തിൽ കളഭത്തിൻ കിണ്ണമെന്റെ കൈ തട്ടി പോയി. കിലുക്കിലെ അവർ മണിച്ചിരി മുഴക്കി. അവർ ചിരി മുഴക്കി. കളിയാക്കി എന്നെ കളിയാക്കി. എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഇതൊന്ന് പാടി തീർന്നതും കളിയാക്കി കളിയാക്കി. കളിയാക്കി. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോ എം ജെ അങ്കിൾ വല്ലാണ്ട് ഇൻസ്പയർഡ് ആയി. പിന്നെ അടുത്ത ലൈൻ തൊട്ട് എം ജെ അങ്കിൾ ഭയങ്കര ആക്ഷൻ. ഇങ്ങനെ എന്താ പറ്റിയെന്ന്. അയ്യോ അതിന്റെ കൂട്ടുകൂടിയാ വല്ലാണ്ട്. അതിന്റെ ഇടയില് കളഹംസം എന്ന് പറഞ്ഞത് കേട്ടോ? അതെ. അതെങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു? അത് മാനസ സരസിലും. മാനസ സരസിങ്ങൾ മാനസ സരസിംഗൽ. മാനസ സരസിങ്ങൾ പ്രേമത്തിൻ കളഹംസം താമസമാക്കിയെന്നും പറഞ്ഞുണ്ടാക്കി. അവർ പറഞ്ഞുണ്ടാക്കി. മാനസ സരസിങ്ങൾ പ്രേമത്തിൻ കളഹംസം താമസമാക്കിയെന്നും പറഞ്ഞുണ്ടാക്കി. അവർ പറഞ്ഞുണ്ടാക്കി. ഓക്കെ. ആ ഹൗസ് ആ ഒരു മിക്സ്ഡ് ആയിട്ടാണ് അപ്പൊ വന്നത്. അതെ. സരസിംഗൽ. കളഹംസം. അതെ, കളഹംസം. അതെ. അങ്ങനെ ആയിപ്പോയി. ധനശ്രീ കുട്ടി ഇതെങ്ങനെ പഠിച്ചു? ഇത് ആരാ ഈ പാട്ട് എടുത്തു തന്നത് പഠിക്കാൻ? അമ്മയാണോ? അച്ഛനും ചേട്ടനും വരണേന് മുമ്പേ അമ്മ എനിക്ക് പാട്ട് എടുത്ത് കേക്കാൻ പറയും. അപ്പൊ ഞാൻ ലോക്കെടുത്ത് കേക്കും. ഓക്കെ, അങ്ങനെ പഠിച്ചാണോ? അങ്ങനെ കേട്ടതാണ്. അമ്മയെല്ലാം പഠിപ്പിച്ചു തന്നെ. സ്വന്തം കേട്ടതാണ് അല്ലേ? സ്വന്തം കേട്ട് പഠിച്ചതല്ലേ? കണ്ടോ എന്ത് മിടുക്കിയാ നോക്കണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കിയാണേ, നന്നായി പാടുന്നുണ്ട്. താങ്ക് യു. ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ കളിയാക്കി എന്നെ കളിയാക്കി. എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി. ഞാൻ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കോ? ആഹാ. ഇപ്പൊ ഡാൻസ് കളിക്കും. അതോങ്ങൾ പറയട്ടെ. പക്ഷെ ഇപ്പൊ പാടി പാട്ടുണ്ടല്ലോ, അത് മധുങ്കലിന് വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ. കലക്കി. ഉഗ്രൻ. ഉഗ്രൻ. അതെ, നല്ല രസമുണ്ടായിരുന്നു ആക്ഷൻസ് കാണാനും. താങ്ക് യു. ഒരു ഡാൻസർ ആണ് പാടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ അതെ, ശരിക്കും ഒരു ഡാൻസറായ പാട്ടുകാരിയാന്ന് മനസ്സിലായി. അതെ അതെ, Expressions. പാട്ടുകാരിയായ ഡാൻസറും ആണെന്ന് മനസ്സിലായി. അതെ, എക്സ്പ്രഷൻസും ആക്ഷൻസും അതെ. എല്ലാം ഭയങ്കര അതെ. രസമുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പാടിപ്പിച്ച ഇതൊക്കെ മാനസ സരസിംഗൽ പ്രേമത്തിന് കളഹംസം താമസമാക്കി, അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ആ സരസിങ്ങൾ പ്രേമത്തിൻ കളഹംസം
ഓക്കെ? ഓക്കേ. അതെ ഇപ്പൊ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ആ, അസലായിട്ട് വന്നാ അങ്കിൾ ഒരു പ്രസന്റ് തരും. എന്താ? അതിപ്പോ പറയില്ല, സർപ്രൈസ് ആണ്. ഓക്കെ നമുക്ക് നോക്കട്ടെ ഡാൻസ് നോക്കട്ടെ, കൊള്ളാമോ നോക്കട്ടെ. ಅಳಿವೇಣಿ ಎಂದು ಚೇವು ಅಳಿವೇಣಿ ಎಂದು ಚೇವು ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೇವು ಹಂತ ಹಂತ ಜ್ಞಾನಿನಿ ಮಾನಿನಿ ಅಳಿವೇಣಿ ಎಂದು ಚೈವು ಹಂದ ಮಲಕಾತ ಸಂದಣ ಮೇರ ಬಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಸಂದಣ ಮೇರ ಬಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಲಾಲಾಲೆ ಲಾಲೆ 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 ಲಾಲಲೆ ಲಾಲಾಲೆ ಲಾಲೆ 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 ಲಾಲಲೆ ಕಾಕ ಸಂದಣ ಮೇರ ಬಗುವಾಗ ಪುತುರುಕ ಪು ಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ತಗ ದಿಗ ನಧ ತೆಟ್ಟಿಕ ತಗ ದಿಗ ನದ ತೆರೆಗ ತಗ ದಿಗ ನಧ ಧಿರಿಕತಾದಿಟ್ಟು ಧಗಿನ ಧಾಡದ ಧಿರಿಕತಾದಿಟ್ಟು ಧಗಿನ ಧಾಡದ ಧಿರಿಕತಾದಿಟ್ಟು ಧಗಿನ ಧಾಡದ സൂപ്പർ സൂപ്പർ. കുഞ്ഞിപ്പാവല്ലേ. അതെ കാലക്ക് ആ കഥക്ക് കളിക്കുമ്പോ കാലൊന്നും കാണുന്നില്ല, ഇങ്ങനെ അതുകൊണ്ട് തല കിടന്ന് ഇങ്ങനെ കുടുങ്ങുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് കാലുകളെന്ന് ഇറങ്ങുന്നുണ്ട്. എന്തൊരു റിതം സെൻസ് ആണ്, ടൈമിംഗ് ആണ്. ടൈമിംഗ് ഒരു ആർട്ടിസ്റ്റിന്റെ ഗ്രേറ്റ്നെസ് ആണ് ടൈമിംഗ് എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ അത് ഇത്രയും കൊച്ചിലെ കിട്ടിയിരിക്കുന്ന ആ ടൈമിംഗ് എന്ത് കറക്റ്റ് ആയിട്ട് അവളെല്ലാം ചെയ്യും. നമ്മള് ഞെട്ടി ഞെട്ടി പോവും. മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു അന്യനാവുന്നുണ്ട്. ആ പെട്ടെന്ന് ഇടയ്ക്ക് റെമോ ഇടയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്നിട്ട് തിരിച്ച് മറ്റേ അമ്മയുടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അതാണ് അതാണ് അല്ല പെട്ടെന്ന് മറ്റേ ഞാൻ ഞെട്ടി സ്റ്റെപ്പ്. എം ജെ സാറിന്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് ആയിട്ട്. അതെ അതെ. അപ്പൊ ഗിഫ്റ്റ് വേണ്ടേ? കൊണ്ടുവരട്ടെ? ഇപ്പൊ കൊണ്ടുവരും. കണ്ണടച്ചു കണ്ണടച്ചോ? കണ്ണ് പൊത്തിക്കോ. ആ ചിരി കണ്ടോ? റിമോട്ട് ഉണ്ട്, നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. താഴെ വെച്ചോളൂ. ഉടുപ്പിന്റെ സെയിം കളർ ആട്ടോ. അതെ അതെ. ഓ ലൈറ്റ് ഒക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ട്. ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യത്. ഓ കണ്ടോ ഡ്രിഫ്റ്റ് ചെയ്യും.
അല്ല, ചേട്ടന്റെ കണ്ണിങ്ങനെ തുറന്ന് വന്നിട്ടുണ്ട്. ഒന്ന് വീട്ടിലെത്തുമായിരുന്നു ഞാന്. ഇങ്ങനെ അതെ, അങ്ങനെ. ഇത് കളിക്കാൻ പോണത് അനുചേട്ടനായിരിക്കും. ഇഷ്ടപ്പെട്ടോ? ആ, ചേട്ടന് കൊടുക്കും. ചേട്ടന് കൊടുക്കും. ആ ചേട്ടന് ഞാനും കൂടെ ഒരു പ്രാവശ്യം ഓടിക്കും, പിന്നെ ചേട്ടൻ ഫുൾ ടൈം ഓട്ടിക്കും. ഇത് ചേട്ടനും കിട്ടില്ല, ധനുക്കുട്ടിക്കും കിട്ടില്ല. അത് അച്ഛനായിരിക്കും ഓടിക്കുന്നത്. അച്ഛനാണ് ഓടിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാറോട്ടി ഇങ്ങനെ റിമോട്ട് കൺട്രോൾ കാർ ഓട്ടിക്കാൻ അറിയാമെങ്കിലല്ലേ അച്ഛന് ഓട്ടിക്കാൻ അച്ഛനൊന്നും അപ്പോഴല്ലേ അറിഞ്ഞൂടാ. കിട്ടുള്ളൂ. ഒന്നും അറിഞ്ഞൂടാ. ഓ, അത് ശരി. ഒറിജിനൽ കാർ മാത്രമേ ഓട്ടിക്കാൻ അറിയാവൂ. അതറിയാലേ അച്ഛനും അറിയാലേ. അമ്മ ഓടിക്കോ കാറ്? അമ്മ ബാക്ക് സീറ്റിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് ആസ്വദിക്കും. ഉറങ്ങും. ഉറങ്ങും. ഓ ഓ. സ്കൂളിൽ പോകുമ്പോ അങ്ങനെയല്ല, സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഉണർന്നിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ധനുക്കുട്ടിക്ക് ഈ റിമോട്ടും കൂടെ ഇരിക്കട്ടെ. എവിടെ പോകും? മുട്ടായി മഴയൊന്നും വേണ്ടേ? കാറൊക്കെ കിട്ടിയ പോലെ നല്ല സുഖം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ധനുക്കുട്ടി. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ. പോരട്ടെ അങ്ങനെ ഒരു മധുരമഴ. കളിത്തോഴിമാരെന്നെ കളിയാക്കി, എന്നെ കളിത്തോഴിമാരെന്നെ കളിയാക്കി, ഇടത്തു കണ്ണിടക്കിട ഇന്നലെ ചാച്ച കൊടുത്തേക്ക്. ബൈ ബൈ. രണ്ട് സമ്മാനാണ്. കൊറേ മുട്ടായും MJ അങ്കിൾ തന്ന സ്പെഷ്യൽ കാറും. എന്നെ കളിയാക്കി.